ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് മുറ്റം തൂക്കാനുണ്ട്. അപ്പം ഇനി മുറ്റം തൂക്കാം. മുറ്റം തൂത്തിട്ട് ബാക്കി കാര്യങ്ങളോട് കിടക്കാം. ഓക്കെ, മുറ്റം തൂക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചൂല് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ അടിച്ചു തരണം. നമ്മൾ ഈ മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ പുളിമരത്തിൽ നിന്ന് ഒരു ചെറിയ പുളി ഇവിടെ വീണിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പുളി ആ മരത്തിൽ നിന്ന് തെറിച്ച് ഇങ്ങോട്ട് വീഴും, പുളിമരത്തിൽ നിന്ന്. അപ്പം കുറച്ചേറെ രാവിലെയൊക്കെ വീണതൊക്കെ ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് പറക്കിയിടും. എന്നിട്ട് പിന്നെ അത് അതായത് ഇത്രയും രാവിലെയൊക്കെ വീണ പുളിയാണ്. എന്നിട്ട് ബാക്കിയൊക്കെ ഇവിടെ കിടക്കുന്നതുണ്ടോ, ഇതും വീഴുന്ന പുളിയാണ്. അപ്പം നമ്മൾ പറക്കി ഇങ്ങനെ കൊട്ടയ്ക്കകത്തോട്ടിടും. അത് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കുന്ന പരിപാടിയാണ്. വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം തൂക്കലാണ് പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കും. ഞങ്ങളിവിടെ മണിമുല്ല ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ രാവിലെ വൈകിട്ടെല്ലാം ഇല വീഴും. അപ്പം എനിക്ക് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മമ്മി രാവിലെ മുറ്റമൊക്കെ അടിക്കും. പിന്നെ വൈകിട്ട് വന്ന് ഞാനിങ്ങനെ മുറ്റമൊക്കെ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടി, പിന്നെ അവിടെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം പുളിമരത്തിൻ്റെ അവിടെയൊക്കെ നോക്കും. പുളിയൊക്കെ ഉണ്ടെങ്കിൽ പറക്കി ബാസ്ക്കറ്റ് ഇടും. പിന്നെ കുറച്ച് നേരം മമ്മിയോടും പപ്പയോടൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞ് നടക്കും. അതാണ് ഇവിടെ മുറ്റം അടിച്ച് കഴിഞ്ഞ് അതാണ് ഇവിടുത്തെ പരിപാടി. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പം ആ അമ്പലത്തിൻ്റെ പാട്ടാണ് ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ആ അമ്പലത്തിലെ പാട്ടാണ് കേൾക്കുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് കയറുക കേട്ടോ. ഇത് തൂത്ത് കഴിഞ്ഞ സമയത്ത് പപ്പ അവിടെ കാര്യമായിട്ട് ബാക്കിൽ നല്ല പണിയില്ല. എന്തോ പണിയെന്ന് നോക്കാം, നോക്കിയിട്ട് വരാം കേട്ടോ. പപ്പ ഇവിടെ മീൻ വെട്ടുന്ന തിരക്കില്ല. കഴിഞ്ഞ ദിവസം വാളകത്ത് പോയപ്പം പപ്പ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം അത് വെട്ടി വൃത്തിയാക്കുന്ന തിരക്കില്ല. ഇവിടെ ആണെങ്കിൽ ഇപ്പം പപ്പ മീൻ വെട്ടി തരികയൊക്കെ ചെയ്യും. അതായത് ഇവിടെ ഇന്ന ജോലി ചെയ്യണം, അല്ലെങ്കിൽ മമ്മി തന്നെ മീൻ വെട്ടി കറി വെക്കണം, ഞാൻ തന്നെ മീൻ വെട്ടി കറി വെക്കണം, അങ്ങനെയൊന്നുമില്ല. പപ്പ മീനൊക്കെ വെട്ടിത്തരും. അപ്പം പപ്പ മീൻ വെട്ടി തരുമ്പോൾ മമ്മി കറി വെക്കും, ഞാൻ മുറ്റം തൂക്കും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോന്നു. അതാണ് ഇവിടുത്തെ ഒരു രീതി. എന്തോ പരിപാടി? അമ്മച്ചി ഹോസ്പിറ്റലിലായതുകൊണ്ട് ജോലിയൊന്നും നടന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അതെ, രാത്രിയിലാണ് പണിയിടും. ഓക്കെ, കറിക്ക് അടുത്തത് നമ്മൾ ഈ കുടംപുളിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കുടംപുളിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ച്. ഈ കുടംപുളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പുളിമരത്തിലെ പുളിയാ, മമ്മി അത് ഉണക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പം കഴിഞ്ഞ വർഷം മമ്മി എടുത്ത് വെച്ചിരുന്ന പുളിയാണ് ഇത്. ഈ വർഷം നമുക്ക് പുളി ഉണ്ട്, നമ്മൾ പുളി ഉണക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇങ്ങനെ ആ പുളി ഉണക്കുന്നത്, കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് പുക വരുമ്പം പുളി ഉണങ്ങും. നേരത്തെ മുന്നേ കുറേ പുളി മമ്മി വാരി, ഇത് കഴിഞ്ഞ ദിവസം എടുത്തിട്ട പുളിയാണ്. ഇങ്ങനെ ഉണക്കി വെച്ച പുളിയാണ് നമ്മൾ മീൻകറിക്കൊക്കെ ഇടുന്നത്. ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പുക അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പുകയ്ക്കും. അപ്പോൾ പുളി ഉണങ്ങും. എല്ലാവരും വിചാരിക്കും പുകയടുപ്പിൽ എങ്ങനെയാണ് വല കെട്ടിയിട്ട് പുളി ഉണക്കുന്നത്. അതിനൊരു വിധി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റൗവിന്റെ മേളിൽ വെക്കുന്ന ഈ സാധനം ഈ അടുപ്പിന്റെ മുകളിലോട്ട് വെക്കുക, കാരണം ഇതിനകത്ത് വെക്കുക. അപ്പൊ അടുപ്പിൽ തീ വെച്ചുമ്പോൾ പുക മേലോട്ട് വെക്കുക. മമ്മി എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയിട്ട് കടുകിട്ടു. മമ്മിയുടെ സ്പെഷ്യൽ മീൻകറി കേട്ടോ. സ്പെഷ്യൽ മീൻകറി എന്ന് പറയുമ്പോൾ മമ്മി ഉണ്ടാക്കും പ്രത്യേകം ടേസ്റ്റാണ്. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാ. എന്ന് നമ്മളിങ്ങനെയൊക്കെയാണ് മീൻകറി ഉണ്ടാക്കുന്നത്. മുളകും പുളിയും കുടംപുളിയും മുളക് കറിയായിട്ട് വെക്കുക, മീൻകറി വെക്കുക. സ്വല്പം മല്ലി ചേർക്കും. അതിൽ കൊഴുപ്പിന് മല്ലിപ്പൊടി, ഒരു പാത്രത്തിലേക്ക് മല്ലിപ്പൊടി, ഉലുവ ഇട്ട് എങ്കിൽ കുറച്ച് ഉലുവപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, സ്വല്പം കായപ്പൊടി. ഞാൻ എല്ലാ മീൻകറിക്ക് സ്വല്പം കായപ്പൊടി ഇടുവോന്നറിയില്ല.
ഇത് മുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കും. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത്. വെളുത്തുള്ളിയും കൂടെ ചതച്ച് വിടുകയാണ്. അതും പൊതുവെ പൊട്ടിയായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ കറിവേപ്പില അപ്പിട്ട് കറിയായിരുന്നു. വിശാലമായ കറി നമ്മൾ എളുപ്പത്തിൽ വെക്കുക. കാരണം ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അമ്മച്ചിയെ കൊണ്ട് പോയിട്ട് വന്നപ്പോൾ താമസിച്ച്. പൊടിയിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഗ്ലാസ്സിൽ നിന്ന് ഒഴിക്കുക. നല്ല കൊഴുപ്പ് കുറച്ച് പൊടിയൊന്നും നനയാൻ വേണ്ടി. കുഴച്ച് വയ്ക്കും. വെളുത്തുള്ളി ഇഞ്ചി കുറച്ചൊന്ന് മൂത്ത് വരാം. കറിവേപ്പില ഇരിക്കുക. അതിന് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഈ കുഴമ്പ് വെള്ളത്തിലുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, കായം, മഞ്ഞൾ, കായപ്പൊടി, മഞ്ഞൾ ഇത്രയും ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കും. നല്ലതായിട്ട് പച്ചമണം പോകുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കും. നമ്മൾ മീൻകറി നമ്മൾ ഏകദേശം അടുപ്പിലാണ് വയ്ക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ താമസിച്ചു. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ട് നമ്മൾ അടുപ്പില്ല ഗ്യാസിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. അടുപ്പിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മീനിരുന്ന് വറ്റി വരും. പ്രത്യേക ടേസ്റ്റ് അല്ലയോ മീൻ? കുറച്ച് ചൂട് വെള്ളം കൂടെ ചൂട് വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടിടാം. മുളക് പൊടിയുടെ കൂട്ട് നമുക്കൊന്ന് നോക്കട്ടെ. പക്ഷേ മല്ലിപ്പൊടിയും ഇടുമ്പോഴേ നല്ല കൊഴുപ്പ് കിട്ടും മീനിലേക്ക്. എന്നിട്ട് വലിയ എരിവും കാണത്തില്ല. രണ്ടൂന്ന് മിനിറ്റ് ഇളക്കിയാൽ മതിയേ. 2-3 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും അത് പച്ചമണം പോകും. അപ്പോഴും ആ പുളിയും ഉപ്പും ഇട്ട വെള്ളം ആ പാത്രത്തിൽ കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കും ആദ്യം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കും. അപ്പോഴേക്കും നമ്മുടെ അടുത്ത സ്റ്റൗവിൽ വെച്ച് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതും കൂടി എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കും. നല്ല കൊഴുപ്പ് കൊണ്ട് അതിനകത്ത് മല്ലിപ്പൊടി ഇടുന്നു. നല്ല കൊഴുപ്പാണ്. ചൂട് വെള്ളം കൊണ്ട് ഒഴിച്ചു മതി. മുളകുചാറല്ലോ. ഇപ്പം മീനും കഷ്ണങ്ങളും തലയും എല്ലാം എടുത്ത് ഞങ്ങളുടെ തല അഖിലമോള് തിന്നോളും. തല കഴിക്കും. പപ്പയും തിന്നും, അഖിലമോളും കഴിക്കും, ഞാനും കഴിക്കും. അതുകൊണ്ട് ഒരു തല പോലും ഞങ്ങൾ കളഞ്ഞിട്ടില്ല കേട്ടോ. ജസിമോൻ ഉണ്ടെങ്കിൽ ജസിമോനും കഴിക്കും. അതവിടെ ഓക്കെ ആയി. ഇവിടെ മീൻ വെട്ടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പപ്പ കുളിച്ച് സുന്ദരനായി. എന്തോ അപ്പേ പരിപാടി? മിച്ചർ തിന്നു വന്നോ? മിച്ചർ നമ്മൾ നല്ല ടേസ്റ്റുള്ള മിച്ചറാണ്. ഇന്ന് ഈ മിച്ചർ നമ്മൾ നമ്മുടെ അങ്കിളിൻ്റെ കടയിൽ, അതായത് മമ്മിയുടെ ആങ്ങളയുടെ കടയിൽ നിന്ന് വാങ്ങിയത് ഈ മിച്ചർ കേട്ടോ. അപ്പം ആദ്യമൊന്നും ഞങ്ങൾ മിച്ചർ കഴിച്ചില്ല. പപ്പ ഇരുന്ന് കഴിക്കും, പക്ഷെ ഞങ്ങൾക്ക് മിച്ചർ അധികം ഇഷ്ടമല്ലായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ മമ്മി തിന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് മിച്ചർ അടിപൊളിയാണ്. അപ്പോഴല്ലേ മനസ്സിലായി പപ്പ ഈ മിച്ചർ തിന്നതിൻ്റെ സീക്രട്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള മിച്ചറായത്. നല്ല ടേസ്റ്റാണ് അവിടെ ആ മിച്ചർ, അങ്കിളിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ മിച്ചർ. അപ്പോൾ ഞങ്ങളും കഴിക്കുക. പപ്പ ഇപ്പം കുളിച്ചിട്ടൊക്കെ വന്ന് മീനെ കണ്ടിച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ചിട്ട് ഇനി നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അടിപൊളി മമ്മിയുടെ സ്പെഷ്യൽ മീൻകറി. പപ്പ മീൻകറി എങ്ങനെയുണ്ട്?
കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം മമ്മിയുടെ മീൻകറി എങ്ങനെ ഉണ്ടെന്ന്. ഷടപടയുള്ള മീൻകറിയാ. ഇഷ്ടപ്പെട്ടാ? എന്തെങ്കിലും കുറവുണ്ടോ പറയണം മിസ്റ്റർ? ഒന്നും കുറവില്ല.